ഹായ്, നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടക്കമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തിരുമ്മി ചേർക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടാണ്. പിന്നെ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ എന്നിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 സവാള അരിഞ്ഞതും കൂടി ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ശകലം ഉപ്പും കൂടി അതിനകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിൽ 3-4 പച്ചമുളകും കൂടി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ചാറോട് കൂടി തന്നെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാനിത് പാത്രം ഒന്ന് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് വരണ്ട് വരുന്ന സമയമായപ്പോൾ എനിക്കത് അടിക്ക് പിടിച്ചുകൊണ്ട് പാത്രം മാറ്റി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബീഫ് ഒരുവിധം വെന്തങ്ങ് ചാറൊക്കെ കുറുകി വന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും ഇട്ട് കൊടുത്ത് കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടങ്ങ് വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പരുവമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഒറട്ടിയിലൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ് ചെയ്യാൻ മറക്കല്ലേ.